ഇനി നമുക്ക് ഇവിടുത്തെ ഒരു പാട്ട് കേട്ടാൽ ഒരു ഡ്യുവറ്റ് ആണ് വരുന്നത്. 2 അൻപ് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ MJ അങ്കിൾ, ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്, MJ അങ്കിളും മധുവങ്കളും ഈ വരാൻ പോകുന്ന ആളെ കാണുമ്പോൾ ഞെട്ടും. എനിക്ക് ആദ്യം കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് എന്തോ അങ്ങായിപ്പോയി. പെട്ടെന്ന് എൻ്റെ അടുത്ത് റൂമിലേക്ക് കയറി എന്നിട്ട് മീനോട്ട് ചേച്ചി ഞാൻ ഇങ്ങനെ ഒരു നോട്ടായിരുന്നു. പെട്ടെന്ന് നമുക്ക് മനസ്സിലായില്ല, മീശ വരെ വന്നു അറിയാം. ആണ്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ശ്രീഹരിക്കുട്ടൻ ആൻഡ് റൈക്ക ഓൺ സ്റ്റേജ്. ആ ശബ്ദവും കൂടി ഒന്ന് കേൾക്കാം. വെൽക്കം വെൽക്കം ഹരിക്കുട്ട. നീ ഇപ്പോഴും അതുപോലെയാണെന്ന് വിചാരിച്ചോണ്ടിരിക്കണേ. കുട്ടൻചേട്ടൻ്റെ അടുത്തെത്തിയില്ല, ഏകദേശം അത്ര ഹൈറ്റ് ആയി. ഇനിയിപ്പോ 1 വർഷം കഴിഞ്ഞാൽ എന്നെ ഞാൻ ഇങ്ങനെ നോക്കേണ്ടി വരും. വോയിസ് ഒക്കെ മാറി. മാത്രല്ല എന്തൊരു പാവം. അതെ, പഞ്ചാര പാവമായി പോയി. ഇപ്പോഴും അതേ പാവം. പണ്ടിങ്ങനെ പണ്ടത്തെ പോലെ. ഇവനെ ശ്രീഹരി കട്ടുറുമ്പെന്നാ വിളിക്കുക. ഇപ്പൊ ആരെങ്കിലും വിളിക്കാറുണ്ട് അങ്ങനെ? ഇപ്പൊ കുറച്ച് വലുതാ. ഇപ്പൊ ഞാൻ പെരുമാറ്റമൊക്കെ മാറ്റി. ഇപ്പൊ നല്ലവനായി. അത് ശരി. അപ്പൊ നേരത്തെ മഹാമോശമായിരുന്നോ? അല്ല, നേരത്തെ മോശമാണെന്നല്ല. നേരത്തെ പിന്നെ ഞാൻ ഒരു സ്ഥലത്ത് ഇരുന്നാ ഇരിക്കൂലല്ലോ. ഇപ്പൊ ഞാൻ അടങ്ങിയിരിക്കുന്നുണ്ട്. വികൃതിയൊക്കെ മാറി. അങ്ങനെയാണ് ആൾക്കാര് പറയുന്നത് കേട്ടാട്ടോ ഞാൻ പറയുന്നത്. അത് ശരി. എന്നാലും സംസാരത്തിനൊന്നും ഒരു അടക്കം ഒതുക്കം ഇതുവരെ വന്നിട്ടില്ല. അതെ അതെ, അതിപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? സുഖം. അല്ല, ഈ റീയൂണിയൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇത്രയും വർഷത്തിന് ശേഷമാണ് അവനെ കാണുന്നത്. അതെ 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 അതെ. മധു ഇടയ്ക്ക് കണ്ടിട്ടുണ്ടോ അവനെ? ഇല്ല, ഞാനും ഇപ്പഴാ നേരിട്ട് കാണുന്നത്. എല്ലാരും ഇപ്പഴാ കാണുന്നത്. അല്ല, ഇടയ്ക്കൊരു സീസണിൽ വന്നില്ലായിരുന്നോ? അപ്പോഴും കുഞ്ഞുണ്ടായിരുന്നു. ഇത്രയും വളർന്നില്ലായിരുന്നു, വളർന്നു പോയി. റൈക്ക ബേബി എന്ത് പറയുന്നു? அப்படின்னா என்ன சொல்றது? சுகானோ എന്ത് പറയുന്നു? இப்போவும் தமிழ் தானே சொல்றது? ஆமா. எப்படி இருக்கேன்னு கேக்குறாரு. நான் நல்லா இருக்கேன். நல்லா இருக்கேன். ஓகே. எப்படி ஸ்ரீஹரி கட்டுரும்போடு சேர்ந்து? சூப்பர். இந்த ரிஹர்சல்ஸ் எப்படி இருந்தது? நல்லா இருந்ததா? நான் வந்து சீசன் 1ல வாய்ஸ் காட்டதுக்கு அப்புறம் இப்ப கேக்குறது ஐ அம் லைக் அப்ப சின்ன குழந்தை தானே அன்னைக்கு ஃபர்ஸ்ட் சீசன்ல. அப்ப ഏത് പാട്ട്? വട്ടയിലെ പന്തലിട്ട്. പിന്നെ പൊട്ടു തൊട്ട് ഞാനിരുന്നു. അപ്പൊ പാലപ്പൂ തുമ്പികളോ കൂട്ടിരുന്നു. കണ്ണാടിപ്പുഴ പാടി പുല്ലാനിക്കതിരാടി. இதெல்லாம் தேவையா? அது அவ சொல்றா, லைக் ஹீரோயின் ஹீரோட்ட சொல்றா, இதெல்லாம் இருந்தது, நீ மாத்திரம் என்னத்துக்கு வரல சொல்லிட்டு காதலனும் காதலியும் பேசுற மாதிரி அந்த மாதிரி. ஓகே, இப்பதான் தெரிஞ்சது ரைக்கா வந்து அது கரெக்டா சொன்னது. தேங்க் யூ. யூ வெல்கம். அப்ப நல்லா பாடலாம் രണ്ടുപേരും ചേർന്ന്. താങ്ക് യു സാർ. നീ എത്രയിലാണ് പഠിക്കണം? ഇനി 8ലേക്ക്. അത് ശരി. എന്നിട്ടാണ് ഇത്ര ഹൈറ്റ് വെച്ചേക്കുന്നത്. അന്ന് എത്രയിലായിരുന്നു? ഒന്നിലതിന് മുന്നേ വന്നില്ലേ? അല്ല, ഇപ്പൊ ഫ്ലവേഴ്സിൽ ഞാൻ വന്നിട്ട് 10 വർഷം ആവാറായി. 10 വർഷം പറയാ. അപ്പൊ നമ്മൾ ഇന്ന് തന്നെയാ കാണുന്നത്, ഇതിന് മുമ്പ് വന്നിട്ടില്ല. അപ്പൊ 4 വയസ്സിൽ വന്നതാ. എന്തായാലും ഈ കള്ളനെ ഒന്നുകൂടെ കണ്ടില്ലേ? അതെ 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 അതെ. ഒത്തിരി സ്നേഹം. എനിക്ക് വളരെ സന്തോഷം. മുത്തച്ഛൻ എന്ത് പറയണു? അപ്പൂപ്പന് ആണോ? ഓക്കെ. വേട്ടക്കരൻ സുഖം. MJ അണ്ണന് വേണ്ടി അർച്ചന എന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതെ അതെ. ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ ഓർക്കാറുണ്ട്. ഞാൻ എന്നും പ്രാർത്ഥിക്കും. അല്ല, എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ? പിന്നെ എപ്പോ ചെയ്തു? പിന്നെ എല്ലാരും മനസ്സിലുണ്ടല്ലോ. എല്ലാരും മനസ്സിലുണ്ടെന്ന്. പക്ഷെ അർച്ചന നക്ഷത്രം അറിയാം. നക്ഷത്രം അറിയോ? അല്ല, അതല്ല, പ്രാർത്ഥിക്കുമ്പോഴാ ഞാൻ. മധുബാലകൃഷ്ണൻ മകം ഉണ്ണിച്ചേട്ടനേതാ? പുണർദം. അവിട്ടം. MJ അവിട്ടം. ഒരു തിരുവോണം കൂടെ ഒരു തിരുവോണം. ഓക്കെ. ഇപ്പൊ പാടിക്കോ തൽക്കാലം. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഇപ്പത്തെ ശ്രീഹരിക്കുട്ടന്റെ പാട്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. യെസ്. പാലപ്പൂ തുമ്പികളോ കൂട്ടിരുന്നു. കണ്ണാടിപ്പുഴ പാടി പുല്ലാനിക്കതിരാടി. നീ മാത്രം എന്തേ വന്നില്ല, നീ മാത്രം എന്തേ വന്നില്ല. വട്ടയില
വട്ടയിലെ പന്തലിട്ട് തൊട്ടു തൊട്ടു നാം ഇരുന്നു. ഓണപ്പൂ തുമ്പികളോ കൂട്ടുവന്നു. പൂപ്പടവിൽ പാലാഴിപ്പൂങ്കടവിൽ ഞാനിന്നു തോണിയിറങ്ങി. പാടത്തെ കസ്തൂരി പൂങ്കാറ്റിൻ തേരിൽ ഞാൻ അരികിലെത്തി. മുത്തണിരാവിന്റെ മൂന്നാം മുറത്തിലെ മുത്തുകൾ നൽകാം ഞാൻ. പൊന്നിലെ കുന്നിലെ പൂമരമുട്ടിന്റെ മാല തുറക്കാം ഞാൻ. നിന്നെ കാണാനാളറിയാതെ ഇക്കരെത്തി ഞാൻ, ഇക്കരെത്തി ഞാൻ. വട്ടയിലെ പന്തലിട്ട് തൊട്ടു തൊട്ടു നാം ഇരുന്നു. ഓണപ്പൂ തുമ്പികളോ കൂട്ടുവന്നു. കണ്ണാടിപ്പുഴ പാടി പുല്ലാനി കതിരാടി നീ മാത്രം എന്തേ വന്നില്ല, നീ മാത്രം എന്തേ വന്നില്ല. വെള്ളോട്ടവളയിട്ട് വെള്ളാരപ്പട്ടൊടുത്ത് താനിരുന്നാടാൻ വന്നു. താനിരുന്നാടുമ്പോൾ താളം പിടിക്കുമ്പോൾ താനെ മറന്നു പോയി ഞാൻ. താരണി ചുണ്ടിലെ മുത്തമിരുത്തന്റെ മാറനണിയാൻ ഞാൻ. ആമണിച്ചൂടിലെ നെഞ്ചിലെ മുല്ലപ്പൂ മുട്ടുവിരിക്കാം ഞാൻ. ആരും കാണാതെ വഴി വന്നൊരു ഗന്ധർവനല്ലോ നീ, ഗന്ധർവനല്ലോ നീ. വട്ടയിലെ പന്തലിട്ട് തൊട്ടു തൊട്ടു നാം ഇരുന്നു. ഓണപ്പൂ തുമ്പികളോ കൂട്ടുവന്നു. കണ്ണാടിപ്പുഴ പാടി പുല്ലാനി കതിരാടി നീ മാത്രം എന്തേ വന്നില്ല, നീ മാത്രം എന്തേ വന്നില്ല. നൈസ് നൈസ്, വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു സാർ. ശ്രീകുടാ, ഓ എന്തോരം സന്തോഷമാണ് നിന്നെ കാണാനും നിന്റെ പാട്ട് കേൾക്കാനും. ഇപ്പൊ ഒരു മാൻലി വോയിസ് ആയിരുന്നു, നന്നായിട്ട് പാടിയ മോനെ. ഓ താങ്ക് യു സാർ. ഭയങ്കര നമ്മുടെ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്തില്ലേ? അതെ. അതിനൊരു കൈയടി കൊടുക്കാം. റൈക്ക ബേബി ഓ வாய்ஸ் வந்து ரொம்ப பிளசண்டா இருந்தது. தேங்க்யூ. நல்லா கம்யூனிகேட் பண்றது வாய்ஸ். தேங்க்யூ. அப்போ இந்த ഈ ജേർണി ഇല്ല ടോപ്പ് സിംഗറില്, അതിൽ കൂടെ റൈക്കാவோட வாய்ஸ் கொஞ்சம் மாறி போச்சுன்னு. எப்படி பாட்டு பாடணும், எப்படி அது அனுபவிக்கணும், அந்த மாதிரி யோசனை பண்ணி பாடுறது அது ரொம்ப நல்லது. தேங்க்யூ. பிகினில் தொடங்கும் போது வட்டையில் அந்த மாதிரி பாடு. இன்னொரு வாட்டி பாடுங்க. என்ன வட்ட என்னது? அது ശ്രുതി പിടിച്ചതാ. ശ്രുതി പിടിக்க கூடாது. அப்ப கொஞ்சம் கூட ശ്രുതി பிடிக்குமோ? வட்டையில இந்த மாதிரி பாடுவா. அது அந்த வேண்டாம். அது அது வட்டையில. ஆமா, அப்படிதான் ஆரம்பிக்கணும். அப்படித்தான் ஆரம்பிக்கணும். ஓகே. ரிபா மாபா வட்டையில. கரெக்ட். அப்பதான் நல்லா இருக்கும். அது ஸ்ரீஹரி கூட அந்த மாதிரி தான் பாடுனது. பட் வந்து நல்லா இருந்தது. நீ மாத்திரம் எந்தே வந்தில்ல, அது வந்து ரொம்ப பியூட்டிஃபுல்லா வந்து அதோட எண்ட்ல வந்தில்ல சொல்லும்போது அந்த சங்கதி ஏதோ எங்கேயோ போச்சு. என்னது? ലാസ്റ്റത്തതാ ഫസ്റ്റത്തതാ? எல்லா இடத்துல அது கிளீனா விழல. அது ஆமா ஆமா, எங்கெல்லாம் அது பாடுனதோ அங்கெல்லாம் அந்த மாதிரி தான். ഓക്കേ. அப்ப அது பாடி காமிக்கு. നീ മാത്രം എന്തേ വന്നില്ല,
அங்க ஒரு வைப்ரேஷன் வருது. ரொம்ப வைப்ரேஷன். ஆமா. அப்படி இருக்கா? നീ മാത്രമെന്തേ വന്നില്ല, നീ മാത്രമെന്തേ വന്നില്ല. இல்ல, அது கொஞ்சம் பிராக்டிஸ் பண்ணி அது கரெக்டா வர வரைக்கும் பிராக்டிஸ் பண்ணுங்க. ஓகே. கஸ்தூரி பூங்காற்று, பூங்காற்று இல்ல பூங்காற்று, பூங்காற்று தமிழ்ல காற்று, காற்று அது பாடினது ரொம்ப நல்லா இருந்தது. Thank you. அழகா வந்தது. அழகா ரொம்ப. Thank you. வேறொரு விஷயம் என்னன்னா, இது டுவெட் இல்லையா, ஆமா. இது சோலோ இல்லையே. இல்ல. இப்போ வந்து அந்த டான்ஸ் மூமெண்ட் வந்து ஒரு டிட்டாச் மாதிரி தெரிஞ்சது, நல்லா இருந்தது. பட் ஸ்ரீஹரி என்ன பாடினாலும் ஓகே அந்த சைடுல நில்லுங்கோ, நான் வந்து இது பண்ண போறேன் அந்த மாதிரி. நீ ஏதாவது பண்ணிக்கோ, நான் எனக்கு தோணுதான் பண்ணுவேன். அந்த மாதிரி ஒரு ஃபீல் வந்தது. ஆமா, டிட்டாச் ஆகி போறது, ஓகே. அந்த மாதிரி வரக்கூடாது. இதெல்லாம் ஞாபகம் வச்சிருந்தோம். ஓகே. நல்லா பிராக்டிஸ் பண்ணி திரும்பி வாங்குறோம். ஓகே. ഓക്കെ ഓക്കെ. ശ്രീഹരി കുട്ടാ, ഓ സാർ, താങ്ക് യു. താങ്ക് യു. വെൽക്കം. എന്തിനാ നന്നായി സപ്പോർട്ട് ചെയ്ത് പാടിയതിന്. ഓ യെസ്, ശബ്ദമൊക്കെ നന്നായി വരുന്നുണ്ട്. റേക്ക കൊന്തേ, നിൻ നല്ല ചമത്താ പാടിനേൾ, Thank you. ரொம்ப அழகா பாடினேள். Thank you. இப்படிதானே பேசும் உங்க ஆத்துல? அப்படியா, இப்படிதானே கொந்தையும் கூப்பிடுவாங்களா யாராவது? ஆமா. ஓகே. இப்போ இவரு சொன்னதுக்கு அதுக்கு மேல எனக்கு ஒண்ணுமே சொல்றதுக்கு இல்லை, எல்லாமே அவர் சொல்லிட்டாரு. ஏதாவது கொஞ்சம் ஏதாவது பாக்கி வைக்க வேண்டாமா? ஒண்ணுமே பாக்கி வைக்காம எல்லாமே சொல்லிட்டார். கொஞ்சம் மரியாதை வேண்டாமா? அப்புறம் நாங்கெல்லாம் என்ன பண்றது? ஆமா. ஓகே, இப்ப நல்ல பாடினாள். அந்த இந்த சங்கதி இப்ப பாட வச்சா இல்லையா, அந்த நீ மாத்திரம் எந்த வந்திല്ല அது ஒரு இடத்திலும் சரியா வரல. அது கொஞ்சம் நல்லா பிராக்டிஸ் பண்ணி அதை கரெக்ட் பண்ணுங்க. ஓகே. கொஞ்சம் நல்ல இம்ப்ரூவ்மெண்ட் இருக்கு, வாய்ஸ் நல்லா அழகா வந்துட்டு இருக்கு. Thank you. ஓகே, ஆல் தி பெஸ்ட். Thank you. Welcome back Srihari to Top Singer. താങ്ക് യു സാർ. So thank you for supporting her. താങ്ക് യു സാർ. And Raika, ஓ, ரைக்காவோட வாய்ஸ் ரொம்ப இம்ப்ரூவ் ஆயிடுச்சு. இப்போ thank you. அந்த ஃப்ளோ வந்துருச்சு பாட்டுல. Thank you. ஓகே, அந்த பெர்ஃபெக்ஷன் தான் அங்கங்க கொஞ்சம் மிஸ்ஸிங்கா இருக்கு. ஓகே. அது கொஞ்சம் நல்லா பாத்துக்கணுமா. ஓகே. அந்த சங்கதிஸ் எல்லாம் பெர்ஃபெக்ட்டா அந்த கரெக்ட் நோட்டு பிடிச்சு பாடினா நல்லா இருக்கும். ஓகே. இனியும் கூடுதலா இம்ப்ரூவ் ചെയ്യണേ. நல்ல இம்ப்ரூவ்மெண்ட் ഉണ്ട്, பட் ஸ்டில் லாங் வே டு கோ. எஸ் எஸ். ஓகே, குட் லக். Thank you. மார்க் சொல்றதுக்கு முன்னாடி ஒரு சீக்ரெட் சொல்றேன், ஒரு ஃபார்முலா. தட் இஸ் ATM. அப்படினா அப்படினா பணம் எடுக்கிற இதுவா? പൈസ എടുക്കണം. ATM. என்னது ஃபுல் ஃபார்ம்? ATM മെഷീൻ. ഫുൾ ഫോം என்ன? അതെനിക്ക് தெரியாது. அது வந்து டெல்லர் ലാസ്റ്റ് M മെഷീൻ ആക്കുന്നത്. டெல்லர் மெஷின், ஆட்டோமேட்டிக் டெல்லர் மெஷின். ടെല്ലർ മെഷീൻ. இது நான் அதெல்லாம் சொல்றது. attention to musical detail, that is ATM ஓகே. for musicians. அப்ப அந்த attention to musical detail is very important. ஓகே. That is what I think you should keep it for yourself as your mantra ஓகே. for the next கமிங் many பெர்ஃபார்மன்ஸ். performances. Okay. Okay, ஓகே. right? அப்ப மது எத்தனை சொல்லுங்க mark? ஐயா. எத்தனை மார்க்? ராமசாமி நீங்க சொல்லுங்க. பெரிய சாமி, அண்ணா சாமி. அண்ணாசாமி சொல்லுங்க. Raika. ஓ. So for today's performance you're getting 96.75 out of 100. So Srihari, thank you so much once again. താങ്ക് യു സാർ. അപ്പൊ റൈക്കുട്ടി മാർക്ക് ഇനി എന്ത് ചെയ്യണം? ഹൈ ആക്കണം. ഹൈ ആക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ബൈ. MJ അങ്കിൾ, നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6 നമ്മളൊരു വൈൽഡ് കാർഡ് എൻട്രി നടത്തിയിട്ടുണ്ട് അല്ലേ? അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വീണ്ടും ഈ സീസൺ ഒന്ന് കളറാക്കാനായിട്ട് ഒരു വൈൽഡ് കാർഡ് എൻട്രിയും കൂടെ നടത്തിയാലോ? വീണ്ടും വീണ്ടും വൈ മീനൂട്ടി. വൈ എന്ന് വെച്ചാൽ ഇത് ഭയങ്കര കളർഫുൾ ആയിരിക്കും. അത് മാത്രമല്ല, അങ്ങനെ വെറുതെ ഒരു സിംഗറിനെ ഒന്നും അല്ല നമ്മൾ വൈൽഡ് കാർഡ് വഴി എടുക്കാൻ പോകുന്നത്. കുഞ്ഞുനാൾ മുതലേ റിയാലിറ്റി ഷോകളിലൊക്കെ വന്ന് ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ഓഡീഷനിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ വൈറലായിട്ടുള്ള ഒരു സിംഗറാണ് വരാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഒരു ഭയങ്കര ടഫ് കോമ്പറ്റീഷൻ. ഉറപ്പായിട്ടും ഒരു ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും. അങ്ങനെ വേണം, നല്ലൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാകത്തുള്ളൂ. പിന്നെ വെറുതെ ഒന്നും വേണ്ട, നിങ്ങൾക്കൊക്കെ നോക്കി ഇഷ്ടപ്പെട്ട് 3 പേർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് എടുത്താൽ. എന്നാ പിന്നെ വിളിച്ചോ, നമ്മുടെ മുമ്പിൽ പാടി തെളിയിക്കണം. Let's welcome the viral star Shane Nigam. Shane Chettan on stage. Chetta, welcome. Hi Shane.
വെൽക്കം ചേട്ടാ. ഇതാണല്ലേ ആ വൈറൽ സിംഗർ. മീനുട്ടി, ഇതാണ് വൈറൽ സ്റ്റാർ. പിന്നെ ഓഡിഷൻ വീഡിയോ ഒക്കെ കണ്ടിട്ടില്ലേ? വല്ലാത്തൊരു എൻട്രി. ഞാൻ അതിനു മുമ്പ് എനിക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ ഓഡിഷൻ പോയില്ലേ, അത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഒരു പാട്ടുകാരൻ തന്നെ ആവണം എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഒരു പടത്തിലൊരു പാട്ട് കമ്പോസ് ചെയ്ത് പാടി, ഭൂതകാലം എന്ന് പറഞ്ഞ സിനിമയില് അതെ. ഒരു 50ഓളം പാട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ്, ബാങ്കിലുണ്ട്. അത് പതുക്കെ ഇറക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് ഇരിക്കുകയാണ്. ഓ, കുറെ കമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബേസിക്കലി ഇത് ഇൻട്രസ്റ്റ് ഉള്ളൊരു മേഖലയാണ്. അതിൽ ഞാൻ എത്രത്തോളം നല്ലതാണെന്നുള്ളതല്ല, എനിക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റ് മ്യൂസിക്, പാഷനാണ്. ഓക്കെ ഓക്കെ. സങ്കടം ഉണ്ടായിരുന്നു? അന്ന് അറിഞ്ഞൂടായിരുന്നു ഇത് എന്താ സംഭവം എന്നൊന്നും അറിഞ്ഞൂടാത്തോണ്ട് എനിക്ക് സങ്കടം ഉണ്ടായില്ല. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു ഇതിൽ ഡാൻസിന് പോയി, സൂപ്പർ ഡാൻസർ എന്ന് പറഞ്ഞ പരിപാടി. അതിൽ പോയ മുതലാണ് നമുക്ക് പറഞ്ഞ ഒരു റിയാലിറ്റി ഷോയിലാണ് ഇത്രയും പേര് കാണുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തകളൊക്കെ അപ്പോഴാണ് ബേസിക്കലി വന്നു തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ മുഖം കാണുമ്പോഴത്തേക്കും ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് ഒരു ദൃഢ നിശ്ചയമുണ്ട് ഉണ്ടെന്ന്. ഒരു ദൃഢപ്രതിജ്ഞയായിട്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? ദൃഢനിശ്ചയം ദൃഢപ്രതിജ്ഞയൊന്നും അല്ല, എന്റെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്, ദൃഢം. ദൃഢം ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്. മിസ്റ്ററി ത്രില്ലർ എന്നൊക്കെ പറയുന്ന ജോണറിൽ പെടുത്താവുന്ന ഒരു സിനിമയാണ്. ഇതിലെ കഥാപാത്രം ആദ്യമായിട്ട് SI ആകുന്ന, അതായത് ഫസ്റ്റ് ടൈം SI ആയിട്ട് ചാർജ് എടുക്കുന്ന ഒരു യങ് പോലീസ് ഓഫീസർ ആയിട്ടാണ്. വിജയ് എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. പിന്നെ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ജിത്തു ജോസഫ് സാറാണ്. പിന്നെ E4 എന്റർടൈൻമെന്റും ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടെയാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെയാണ്. പിന്നെ ജിത്തു സാറിന്റെ അസോസിയേറ്റ് ആണ് ഇത് ഡയറക്ട് ചെയ്തത്, മാർട്ടിൻ ജോസഫ് എന്ന് പറഞ്ഞ പുതിയ സംവിധായകന്. പിന്നെ ഇതിൽ മ്യൂസിക്കും ഒരു ന്യൂ കമർ എന്ന് പറയാൻ പുള്ളി ചെയ്തിട്ടുണ്ട് കുറച്ച് വർക്ക്സ്. പക്ഷെ എനിക്ക് തോന്നുന്നത് സിനിമയില് മെയിൻ ആയിട്ട് വരുന്നത് ആദ്യമായിട്ടാണ്. ശ്രീരാഗ് സജി എന്നാണ് പുള്ളിയുടെ പേര്. ക്യാമറ ചെയ്തിരിക്കുന്നത് നമ്മുടെ റോസ്ലിൻ എന്ന് പറഞ്ഞ ഒരു സീരീസ് ആണ്. അപ്പോൾ അതിന്റെ ക്യാമറ PM ഉണ്ണികൃഷ്ണൻ, പുള്ളിയുടെ ഒരു വർക്കാണ്. ത്രില്ലർ ജോണർ അല്ലേ? മിസ്റ്ററി ത്രില്ലർ ആണ്, ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ തന്നെയാണ്. ഈ പോലീസ് ക്യാരക്ടറുള്ള ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ 2 സിനിമ ചെയ്തു. ഇതില് വ്യത്യാസം എന്താണ്? ഇതിലെ വ്യത്യാസം ഇതിന്റെ കഥ തന്നെയാണ്. ഇപ്പൊ കഥാപാത്രം കൊണ്ട് ഇപ്പൊ കൊറോണ പേപ്പർ ആണെങ്കിൽ ഒരു ആദ്യമായിട്ട് ചാർജ് എടുക്കുന്ന ഒരു SI തന്നെയാണ് അതിൽ വരുന്നത്. പക്ഷെ ഈ സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ എന്ന് പറയുന്ന നമുക്കുള്ള ഒരു ജോണർ ഉണ്ടല്ലോ മലയാളത്തിൽ നമുക്കുള്ള, അതിനെ ഒരു 100% നീതി പുലർത്തുന്ന ഒരു കഥയാണ്. എന്നെ കെറ്റീന, നമ്മുടെ ജിത്തു സാറിന്റെ മകളാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. ഇങ്ങനെ സാറിന്റെ പ്രൊഡക്ഷനിൽ സാറിന്റെ അസോസിയേറ്റിന് ഒരു കഥ പറയണമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ നമുക്കറിയാലോ ഇതിനൊരു എന്തായാലും ഒരു ക്വാളിറ്റി ഉള്ളൊരു നല്ലൊരു കണ്ടന്റ് ആയിരിക്കും പറയാൻ പോകുന്നത് നമുക്ക് ഉറപ്പാണ്. പിന്നെ സാറിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുക അതൊക്കെ തന്നെയാണ്. പിന്നെ കഥ കേട്ടപ്പോഴത്തേക്കും എനിക്ക് ഉറപ്പായി ഇത് ഒരുപാട് എക്സ്പെക്ടേഷൻ ഒന്നും തരുന്നതല്ല, പക്ഷെ എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥയാണ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ടീനെ കാണുമ്പോ അബീനെ തന്നെ ഓർമ്മ വരും. അതെ അതെ, ചായയാണ്. അബി എന്റെ കൂടെ ഒക്കെ കുറെ ഷോസ് ചെയ്യുന്നുണ്ട്, കുറെ മുമ്പേ 90s. അതെ, ഷെയ്ൻ നമുക്ക് വൈൽഡ് കാർഡല്ല, നമ്മുടെ ഹൃദയമാണ്. MJ അങ്കിളുടെ ഒരു ഒടിയൻ നമ്മുടെ ടോപ്പ് സിംഗറിൽ വരാൻ പോവാണ്. നീ അറിഞ്ഞ? എന്താ അറിയാൻ പോണുള്ളൂ. നീ അറിഞ്ഞ എന്റെ കൂടെ ഡ്യുവറ്റ് പാടാൻ പോകുന്ന ആരാന്നറിഞ്ഞ? അതൊക്കെ ഉണ്ട്. അല്ല ഞാൻ എന്തിനപ്പ ഇതുവഴിയല്ലേ. എന്താ നീ കൊറേ നേരമായാലോ തുള്ളിച്ചാടി കിടക്കാൻ തുടങ്ങിയിട്ട്? ശരിക്കും ആരാൻ്റെ കൂടെ പാടാൻ പോണേ? കൊഞ്ചങ്ക പാറ് കണ്ണാ. നെഞ്ചിൽ കൊണ്ടു കറുകറുത്തു ഞാൻ, ചിരിമണ നനയുമ്പോൾ വെളുവെളുത്തു. മിഴിമുന നെഞ്ചിൽ കൊണ്ടു കറുകറുത്തു ഞാൻ, ചിരിമണ നനയുമ്പോൾ വെളുവെളുത്തു. പാടി വരും പാദസരം താളമിടും കൈവളകൾ പൂങ്കനവേ തേനിലവേ കൂടെ വരും നീ മദനശരം പോലെ വരാം ചുഷകം ഞാൻ പകരാം നീതിലേ വന്നാൽ എല്ലാം ഏകാം ഞാൻ. അയ്യോ സംശയം എന്നെ ഓർമ്മയില്ല കേട്ടോ. ഇത്രയും വർഷമായിട്ട് എന്നെ വിളിക്കാത്ത ആളാണ് കേട്ടോ. ആണല്ലേ? അല്ല, ആരും വിളിക്കൊന്നുമില്ല, വലിയ പുള്ളിയായില്ലേ? അങ്ങനെയൊന്നുമില്ല. ഇവനെ ഈ അക്രോബാറ്റിക്സ് ഒക്കെ കാണിച്ചിട്ടേ ഓരോ എല്ലോ ഒടിഞ്ഞ് ഇങ്ങനെ വരും. അങ്ങനെയാണ് ഒടിയൻ എന്നുള്ള പേര്. എല്ലൊടിയൻ. ഇപ്പോഴുണ്ടോ? ഇപ്പൊ ഒടിവ് കുറവുണ്ട്. എന്തൊക്കെയാണ് പുതിയ പരിപാടികൾ? പുതിയ പരിപാടികൾ അടിപൊളിയായിട്ട് പോകുന്നു സാറേ.
ഷോസ് ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോകുന്നു. കൗശിക് ഇപ്പൊ സ്വന്തമായിട്ട് തുടങ്ങിയിട്ടുണ്ട് ബാൻഡ്. സ്വന്തമായിട്ട് ബാൻഡ്. എന്താ പേര്? KL Express എന്നാണ്. KL Express. ജിതകുട്ടി ഇന്നിപ്പോ ഭാഗ്യല്ലേ എന്നോട് പാടാൻ. നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ്. അതെ അതെ. താനോളം വളർന്നാൽ താനെന്ന് വിളിക്കണം എന്നാണ്. അപ്പൊ ഞാനിപ്പോ താൻ എന്ന് വിളിച്ചിരിക്കുന്നു. സാറൊന്നും എന്നെ ഒടിയാന്ന് വിളിക്കുന്ന എനിക്ക് ഇഷ്ടം. അപ്പൊ ഇവൻ സംസാരിക്കാനൊക്കെ പഠിച്ചു പോയി കേട്ടോ. പണ്ട് ഭയങ്കര നാളായിരുന്നു. അച്ഛനോട് ചോദിക്കട്ടെ, ഇപ്പൊ നാളെല്ലാം പോയല്ലേ. ഇപ്പൊ അച്ഛൻ വളർത്തുന്ന മകനാണോ മകൻ വളർത്തുന്ന അച്ഛനാണോ? ഞാനിപ്പോ മകന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. മകന്റെ അച്ഛൻ, കൗശികിന്റെ അച്ഛൻ എന്ന പേര്. അതെ, നമ്മുടെ എനിക്ക് അഭിമാനമേ ഉള്ളൂ. നമ്മുടെ എല്ലാം വലിയ സ്വപ്നമായിരുന്നു അങ്ങനെ കൗശിക് അങ്ങനെ വരണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അഭിമാനമുള്ള കാര്യം, സന്തോഷമുള്ള കാര്യം. അതിന് ഈ വേദിയോട് നമ്മളെല്ലാവരും കടപ്പെട്ടിരിക്കുന്നു അല്ലേ? നമ്മുടെ ടോപ്പ് സിംഗറിനോട്, ഫ്ലവേഴ്സിനോട് എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ പാട്ട് ഗംഭീരാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. ചിങ്ങമാസോ വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കോ. നെഞ്ചിലോലും വെണ്ണിലാവിൻ പൊന്നില നീ സ്വന്തമാക്കും. മേഘപ്പളുങ്കു കൊണ്ട് മാനത്ത് കൊട്ട കെട്ടി നിന്നെ ഞാൻ കൊണ്ടുപോകും. മിന്നൽ വീഴ്ച നിന്നു മാറത്തെ ചേലു കൊണ്ട് നിന്നെ ഞാൻ മൂടി വെക്കും. ചിങ്ങമാസോ വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കോ. നെഞ്ചിലോലും വെണ്ണിലാവിൻ പൊന്നില നീ സ്വന്തമാക്കും. വനമല്ലിമേ നിറതിങ്കളാം തിരിവയ്ക്കണം. കോഴിക്കുഞ്ഞു പോൽ താരകൾ ചിന്തണം മാനത്തെ മുറ്റമാകെ. കാവേരി തന്നലായി പൂവണം പൊങ്ങണം മാനത്തെ കൂട്ടിലാകെ. നമുക്കൊന്നിച്ചൊരു മരക്കുഞ്ഞിക്കുമ്പിളിരുന്നൊന്നിച്ചൊന്ന് പറക്കാം. ചിങ്ങമാസോ വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കോ. നെഞ്ചിലോലും വെണ്ണിലാവിൻ പൊന്നില നീ സ്വന്തമാക്കും. മണിമാരന നിന്മാറി ഞാൻ കുരിച്ചാർത്തണം. കാക്കാലക്കാവിലെ പുള്ളുപോൽ പാടണം ആയാര പൊന്നിരാവേ. ചോരം വീട്ടിലെ മീന് പോൽ തുള്ളണം അമ്മാന കുഞ്ഞുവാവേ. നമുക്കൊന്നിച്ചൊരു മരക്കുഞ്ഞിക്കുമ്പിളിരുന്നൊന്നിച്ചൊന്ന് പറക്കാം. ചിങ്ങമാസോ വന്നു ചേർന്ന നിന്നെ ഞാൻ സ്വന്തമാക്കൂ. നെഞ്ചിലോലും വെണ്ണിലാവിൻ പൊന്നില
കൊട്ടുകെട്ടി നിന്നെ ഞാൻ കൊണ്ടുപോകൂ. മിന്നൽ വീഴ്ച നിന്നു മാറത്തെ ചേലുകൊണ്ട് നിന്നെ ഞാൻ മൂടി വെക്കും. വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ സൂപ്പർ. മീനുകൂടാ, എന്തോ മീശ മാധവൻ ഒരു കള്ളനല്ലേ? ആണ്. കള്ളനെ പിടിക്കാൻ ഇവിടെ ഒരു പോലീസ് വന്നിട്ടുണ്ട്. അയ്യോ, SI വിജയ് രാധാകൃഷ്ണൻ. യെസ്. ഇപ്പൊ കള്ളന്റെ ലുക്കിലാണെന്ന്. വിജയ്, എങ്ങനെയുണ്ട് പാട്ട് കേട്ടിട്ട്? ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് നല്ല കൂളായിട്ട് നടന്നു വന്ന് പെട്ടെന്ന് തന്നെ സ്റ്റെപ്പ് വെച്ചപ്പോഴത്തേക്ക് ഞാൻ പാട്ടിന്റെ പരിപാടിയിലാണോ അതോ ഡാൻസിന്റെ ആണോ എന്ന് പെട്ടെന്ന്. പക്ഷെ ഗംഭീരമായിരുന്നു. കാര്യം ഡാൻസ് കളിക്കുമ്പോൾ ബ്രീത്ത് പോവും, എന്നിട്ടും നല്ല അടിപൊളിയായിട്ട് പാടി. വളരെ എന്റർടൈനിങ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. സിനിമ ദൃഢം അല്ലേ? അതെ. ദൃഢത്തിലെ ആ ക്യാരക്ടറിനെ പറ്റി അതിന്റെ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോഴത്തേക്കും അതിൽ ഈ പോലീസുകാരൻ എന്നുള്ള രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഷെയ്ൻ വരുന്നതെന്ന് പറയുന്നുണ്ട്. അതായത് ആദ്യമായിട്ട് ഏതൊരു ജോലിയിൽ കയറുന്ന ഒരാളുടെയും റെപ്രസെന്റേഷൻ ആയിരിക്കും ആ സിനിമയിൽ എന്റെ കഥാപാത്രം. അതിനുശേഷം അയാളുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നു, ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ അയാൾ അതിനെ നേരിടുന്നു എന്നൊക്കെയുള്ള, അതായത് അപ്രത്യക്ഷമായ ഒരുപാട് ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ സിനിമയിൽ സംഭവിക്കുന്നുണ്ട്. അതാണ് ആ സിനിമ. അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് ടേണുകളൊക്കെ സംഭവിച്ച ഒരാളാണ് ഇവിടെ നിൽക്കുന്നത്, നമ്മുടെ ഒടിയൻ. നമ്മുടെ ജിതക്കുട്ടിയാണ് ഇന്ന് നമ്മുടെ കണ്ടസ്റ്റന്റ്. ജിതു, ഷെയ്ൻ പറഞ്ഞല്ലേ നന്നായിട്ടുണ്ടെന്ന്. നന്നായിട്ട് പാടി കേട്ടോ, രസമുണ്ടായിരുന്നു. ഇനി പിച്ച വെച്ചു മെല്ലെ അത് പാടിയില്ലേ, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്താ വെച്ചാൽ ആ വാക്കുകളും ആ മ്യൂസിക്കും കൂടെ ഒന്നിച്ച് ചേരുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ഒരു ഭയങ്കര വൈബാണ് ആ ഒരു സ്ഥലത്ത് വരുന്നത്. അത് മാത്രമല്ല, അങ്ങോട്ട് പോയപ്പോൾ ഞാൻ പേടിച്ചു ഇനിയിപ്പോ ഒരു അടി വല്ല കൊടുക്കുവോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. നമ്മുടെ ഒടിയനും പേടിച്ചേട്ടോ, ഒരു സെക്കൻഡ് ഇങ്ങനെ ടേക്കൺ അബാക്ക് എന്ന് പറയില്ലേ, അതുപോലെ ആയിരുന്നു. അതൊന്നും പാടി കേൾപ്പിക്കാമോ? എന്തൊക്കെയായിരുന്നു? പിച്ച വെച്ചുമല്ലേ, ഒരു ഇച്ഛയുടെ ഒരു സംസ്ഥാന സമ്മേളനമാണത്. ബട്ട് ഓൾ ടുഗദർ നോക്കുമ്പോഴത്തേക്കും രണ്ടുപേരും കൂടെ അടിച്ചു പൊളിച്ചു. എനിക്ക് ഏറ്റവും സന്തോഷം എന്റെ ഒടിയൻ ഇവിടെ വന്നതാട്ടോ. കൗശിക്, എന്താ സാർ? ജിതക്കുട്ടി, രണ്ടുപേരും പൊളിച്ചടുക്കി. നല്ല രസമുണ്ടായിരുന്നു നിങ്ങളുടെ ഡാൻസ് കാണാൻ. പിന്നെ പാടിയതും വളരെ മനോഹരമായിട്ട് പാടി. പല ഭാഗങ്ങളും വളരെ സൂപ്പർ ആയിരുന്നു. എനിക്കും ആ തുടക്കം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ തോന്നി. പിന്നെ അങ്ങോട്ടൊക്കെ എല്ലാം ഓക്കെ. ചില സ്ഥലത്തൊക്കെ പക്ഷെ ഇങ്ങനൊരു പാട്ടിൽ അതൊന്നും കാര്യമായിട്ട് നോക്കേണ്ട കാര്യമില്ല. പക്ഷെ പല സ്ഥലങ്ങളിലും വളരെ നന്നായിട്ട് വന്നു. അല്ലറ ചില്ലറ മൈന്യൂട്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നല്ല ഭംഗിയായിട്ട് അവതരിപ്പിച്ചു രണ്ടുപേരും. കൊള്ളാം, നന്നായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കൗശിക്, വെൽക്കം ബാക്ക് ടു ടോപ്പ് സിംഗർ. താങ്ക് യു. നല്ലൊരു സോങ്ങുമായിട്ടാണ് ഇപ്പോൾ എൻട്രി ചെയ്തിട്ടുള്ളത്. ഗ്രേറ്റ് പ്രസന്റേഷൻ. ഇൻഫാക്ട് ജിതക്കുട്ടി പിന്നെ നമ്മുടെ മൾട്ടി ടാസ്കറാണ്. ഇവിടുത്തെ പെർഫോം ചെയ്ത് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് വലിയൊരു സംഭവമാണ്. ശരിക്കും സാധാരണ ഇങ്ങനെ ലിപ് സിങ്ക് ചെയ്യാണല്ലോ ചെയ്യാം. അത് ലൈവായിട്ട് പാടിയിട്ട് ഇതുമാതിരി ഡാൻസും ചെയ്യാം. അത് മാത്രമല്ല ഷെയ്ൻ പറഞ്ഞ പോലെ കിതയ്ക്കും നമ്മള്, നല്ലതെ കിതയ്ക്കും. അപ്പൊ വോയിസ് ശരിക്കും വരില്ല, അവിടെ ഇവിടെ ബ്രേക്ക് ആവും. പക്ഷെ അതൊന്നും അത്ര അറിഞ്ഞിട്ടില്ല. ചില ഭാഗത്ത് ഒരു ലോ ആയെന്ന് മാത്രമാണ്. ഓൾ ദി ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ലക്ക്. കൗശിക്കിന്റെ വേറൊരു ഏതെങ്കിലും ഒരു പാട്ടും കൂടി കേൾക്കാൻ ആഗ്രഹമുണ്ട്. പാടാമോ? മധുവും കൂടി ജോയിൻ ചെയ്യൂ. ഏതാ? മധു ആൻഡ് കൗശിക്. യെസ്, ഓക്കെ. അന്തിക്കടപ്പുറത്തോരോര കുടയെടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഞാനല്ല, പരുന്തല്ല, തിരകളല്ല, ചെമ്മാനം വാഴണ തുറയറയൻ. അങ്ങേ കടലില് പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ. അന്തിക്കടപ്പുറത്തൊരോല കുടയെടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഞാനല്ല, പരുന്തല്ല, തിരകളല്ല, ചെമ്മാനം വാഴണ തുറയറയൻ. അങ്ങേ കടലില് പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ. അന്തിക്കടപ്പുറത്തോരോല കുടയെടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? താരിത്തക്കിടി നാക്കിളി മുക്കിളി തൊട്ട
തൊട്ടുകളിക്കണ കടലിൻ കുട്ടികൾ അക്കരെ ഒത്തു കണക്കൊരു കൊച്ചു കിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മണപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കെ പറയ ചെണ്ടകൾ അറിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ചാകര വന്നു കടക്കുമണപ്പുറമാകത്തെ മികടത്തെ ആരിത്തക്കിളി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികൾ അക്കരെ മുത്തുകണക്കൊരു കൊച്ചു കിടാത്തനുദിച്ചു വരുന്നത് കൊണ്ട് മണപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കെ പറയ ചെണ്ടകൾ അറിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ചാകര വന്ന കണക്കുമണപ്പുറമാകത്തെ മികടത്തെ ഞാനും കണ്ടേ അവരവനിന്നു കിളമ്പിയ നേരത്തിന്റെ കിനാവിലൊരമ്പിളി വള്ളം ഇറങ്ങിയൊരുങ്ങിയനങ്ങിയനമ്പിയനമ്പടി കൂട്ടാൻ അത്തിലും ഇത്തിലുമാകെ മാനത്തോണികൾ ഒഴുകി തുള്ളി ഉറഞ്ഞു കുടുംബിന് കൊണ്ടൊരു താളത്തരികിട വിമൃതത്തെ തുറകളിൽ ഇന്നൊരു തുടികുടി മേളത്തായം വകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലിത്തട്ടകൾ അടിയിടെ ഇളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോ തിക്കരി നല്ലതു പാടി തുറകളിൽ ഇന്നൊരു തുടികുടി മേളത്തായം വകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലിത്തട്ടകൾ അടിയിടെ ഇളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോ തിക്കരി നല്ലതു പാടി തണ്ടടി വളയട് പറയട് വടവട മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തണ്ടടി വളയട് പറയട് വടവട മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തരികിടതി മൃതത്തൈ താകിടതി മൃതത്തൈ തരികിടതി മൃതത്തൈ. കലക്കി. താങ്ക് യു ഗംഭീരായി കൗശിക് ആൻഡ് മധു. അപ്പൊ മധുവങ്കളുടെ മാർക്ക് തരട്ടെ. എനിക്കുള്ള മാർക്ക് തന്നുള്ളൂ. 101 ഔട്ട് ഓഫ് 100. 5 സ്റ്റാർ. സ്റ്റാർ ഒന്നുമില്ലേ? 5 സ്റ്റാർ. 5 സ്റ്റാർ. 7 സ്റ്റാർ ആയിക്കോട്ടെ. അവിടെ 5 സ്റ്റാർ ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കുക. ഇപ്പൊ വരും. കൗശിക്കിന് 101 ഔട്ട് ഓഫ് 100. വിത്ത് 5 സ്റ്റാർ. 5 സ്റ്റാർ. അപ്പൊ നമുക്ക് ടൈ ആയി. അതെ. അപ്പൊ ജിതക്കുട്ടിയോ? ചിതക്കുട്ടി ആ ടങ് ട്വിസ്റ്റർ നന്നായി പാടി അല്ലേ? അപ്പൊ അതിനൊരു സ്പെഷ്യൽ മാർക്ക്. സ്പെഷ്യൽ മാർക്ക് ഒരു 0.25 കൂട്ടിയിട്ടുണ്ട്. അതെ. അപ്പൊ 97.75 പ്ലസ് 0.25 എന്ന് പറയുന്നത് എത്രയാ? 98. അത് തന്നെ അത്രേ ഉള്ളൂ. 98 ഔട്ട് ഓഫ് 100. ഇതേ ഇത്രയൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തതല്ലേ നമ്മുടെ കൗശിക്കൂട്ടൻ അതെ ഒടിയൻ. ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞൂടെ? താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ മധുക്കളെ താങ്ക് യു. താങ്ക് യു. താങ്ക് യു ജിതക്കുട്ടി. താങ്ക് യു. താങ്ക് യു. ചേട്ടാ, അപ്പൊ ഇതിന് മുന്നേ കുറെ ആക്ഷൻ മൂവീസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ പോലീസ് വേഷം തന്നെ 2 മൂവീസിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനൊക്കെ വെറൈറ്റി ആയിട്ട് നമ്മുടെ ദൃഢത്തിൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? നമ്മളൊരു റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ക്യാരക്ടർ ആണോ? അല്ല, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. പ്രതികളോടുള്ള വളരെ സമാധാനമായിട്ടും അങ്ങനെയൊക്കെ ശാന്തനായിട്ടാണ് ആദ്യം തുടങ്ങുക. കാര്യം ഫസ്റ്റ് നമ്മള് ഒരു ജോലി കയറുമ്പോ ഒരിക്കലും ഫസ്റ്റ് തന്നെ റഫ് ആവില്ലല്ലോ. അപ്പൊ അതേപോലെ ഇയാള് പക്ഷെ അയാൾക്ക് മനസ്സിലായി ഇനിയിപ്പോ റഫായത് ഈ കാര്യങ്ങൾ നടക്കൂല എന്ന് മനസ്സിലാവുമ്പോ ഉള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ്. വളരെ പാവമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ശരിക്കും പറഞ്ഞു. ഇതിൽ ആക്ഷൻ സീൻസ് ഒക്കെ ഉണ്ടോ? ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. പക്ഷെ അത് പടത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒറ്റ ഒരെണ്ണം. പക്ഷെ അത് കഥാപരമായിട്ടും ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ നല്ലൊരു മൂവിയാണെന്ന് എക്സ്പെക്ടേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഞങ്ങൾക്കും അതേ പ്രതീക്ഷ തന്നെയാണ്. ഞങ്ങൾ എല്ലാരും പോയി കാണും. ഓൾ ദ വെരി ബെസ്റ്റ് ടോപ്പ് സിംഗർ ടീമിന്റെ വക. ഇനി നമ്മുടെ ടോപ്പ് സിംഗറിൽ ഹിറ്റ് അടിക്കാനായിട്ട് ജനീലിയ കുട്ടിയാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം ജനീലിയ ആൻഡ് പ്രൈസൺ ഓൺ സ്റ്റേജ്. ഹലോ. ഹലോ, ഓഡിയൻസ് കൂടെ വന്നതാ. എന്താ മൊത്തത്തിൽ എന്തോ എക്സൈറ്റഡ് ആണ്. ഷെയ്നെ കണ്ടു. ഷെയ്നയുടെ അടുത്ത് നിങ്ങൾ പറയാനുണ്ടോ? ഇപ്പോഴേ കിട്ടൂ നമുക്ക്. എനിക്ക് ഷെയ്നങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ കൊറോണ പേപ്പേഴ്സ്. അത് ഞാൻ അബുദാബിയിലായിരുന്നപ്പോ തിയേറ്ററിൽ പോയി. എനിക്ക് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. അവച്ച ഏ സിനിമ കാണാൻ പോകുന്ന ഒന്നും അറിയത്തില്ല. എന്റെ ഫ്രണ്ട് വലിച്ചോണ്ട് പോയതാ കാണാൻ. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ സിനിമ. അതുപോലെ ഇഷ്ടപ്പെടാൻ പോകുന്ന വേറൊരു സിനിമയായിട്ടാ വന്നിരിക്കുന്നത്. ദൃഢം, അതാണ് മൂവിയുടെ പേര്. നമുക്ക് പോയി കാണണം. പിന്നെ ഉണ്ടല്ലോ, എന്റെ മുമ്പത്തെ എപ്പിസോഡില് എൻജെ സാർ ഒരു ചാലഞ്ച് എന്ന് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? ഒരു കൈ രൂപകതാളോ ഒരു കൈ ആയതാളോ. ഞാനത് പഠിച്ചു. കാണിച്ചേട്ടെ. കുറച്ചുകൂടെ പതുക്കെ കേട്ടോ. അപ്പൊ എനിക്കിത് മനസ്സിലാകത്തില്ല, അതുകൊണ്ട് നീ നോക്കി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അത് ശരിയാവും കേട്ടോ. നാക്കുണ്ടേ. ഒന്ന് ആദിതാളം, ഒന്ന് രൂപകതാളം. അതെ അതെ. അപ്പൊ ഇന്ന് ഏതാണ് പാട്ട്?
ഒരേ സ്വരം ഒരേ നിറം. ചിത്ര ചേച്ചി, അതെ. കൃഷ്ണൻ നായർ, ശാന്തകുമാരി, ചിത്ര എന്ന ചിത്ര ചേച്ചി ആ, അല്ലേ? ആ. ഈ പാട്ടിന് വലിയൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ചിത്ര ചേച്ചിക്ക് ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടാണ്. പൂമാനമേ എന്നുള്ള പാട്ടും ഇതുമാണ്. 1985 ചിത്ര ചേച്ചി കിട്ടിക്കുന്നത്. 1986 ആർക്കായിരുന്നു സ്റ്റേറ്റ് അവാർഡ്? ചിത്ര ചേച്ചിക്ക്. 87 ആർക്കാണ്? 88 ആർക്കാണ്? 89, 90, 91, 92, 93, 94, 95 ഇതുവരെയും ചിത്ര ചേച്ചിയാണ്. അത് റെക്കോർഡാണ്. 11 തവണ കോൺസെക്യൂട്ടീവ് ആയിട്ട്. റൈസൺ ആൻഡ് ജെനിലിയ ഇപ്പോൾ പാടുന്നു. റെഡി അല്ലേ? Yes, ready. ഓൾ ദി ബെസ്റ്റ്. Thank you. ഒരേ സ്വരം ഒരേ നിറം ഒരു ശൂന്യ സന്ധ്യാംബരം ഒരേ സ്വരം ഒരേ നിറം ഒരു ശൂന്യ സന്ധ്യാംബരം ഒരു മേഘവും വന്നൊരു നീർക്കണം പോലും പെയ്യാത്തൊരേകാന്ത തീരം കടൽ പെറ്റ പൂനിര പൂവിതാറുമ്പോഴും ജീവനിൽ മൗനം കൂടുകൂട്ടി കടൽ പെറ്റ പൂനിര പൂവിതാറുമ്പോഴും ജീവനിൽ മൗനം കൂടുകൂട്ടി ചക്രവാളങ്ങളിൽ ഒരു നിത്യനൊമ്പരം മാത്രം അലിയാതെ ഒരേ സ്വരം ഒരേ നിറം ഒരു ശൂന്യ സന്ധ്യാംബരം ഒരു മേഘവും വന്നൊരു നീർക്കണം പോലും പെയ്യാത്തൊരേകാന്ത തീരം ഗ്രീഷ്മവസന്തങ്ങൾ വീണമീട്ടുമ്പോഴും കതിരുകളാക്കളെ തപസ്സിരുന്നു ഗ്രീഷ്മവസന്തങ്ങൾ വീണമീട്ടുമ്പോഴും കതിരുകളാക്കളെ തപസ്സിരുന്നു ഓർമ്മതൻ ചില്ലയിൽ ഒരു ശ്യാമപുഷ്പം മാത്രം കൊടിയാതെ ഒരേ സ്വരം ഒരേ നിറം ഒരു ശൂന്യ സന്ധ്യാംബരം ഒരു മേഘവും വന്നൊരു നീർക്കണം പോലും പെയ്യാത്തൊരേകാന്ത തീരം ഒരേ സ്വരം ഒരേ നിറം ഒരു ശൂന്യ സന്ധ്യാംബരം ഒരു മേഘവും വന്നൊരു നീർക്കണം പോലും പെയ്യാത്തൊരേകാന്ത തീരം ആഹാ, വെരി ഗുഡ്, വെരി ഗുഡ്. Thank you, sir. സൂപ്പർ, സൂപ്പർ. കോറസേ
താങ്ക് യു, വെരി നൈസ്. ജെനിലിയാസ്, എന്ത്? ആഹാ, ഒരുപാട് ആഹാ മൊമെന്റ്സ് ഉണ്ടായിരുന്നു പാട്ടിൽ കേട്ടോ പാടിയത്. താങ്ക് യു സർ. അതിന് നല്ലൊരു കഴിവ് കൊടുക്കണം. താങ്ക് യു സർ. മിടുക്കിയായിട്ട് പാടി. Thank you, വാട്ട് sir. ഇംപ്രൂവ്മെന്റ്. അതെ അതെ. താങ്ക് യു സർ. അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നു. ആദ്യത്തെ ജനീലിയെ ഞാൻ ഓർക്കുന്നു, ഇപ്പോഴത്തെ ആള് ഒരു ബന്ധമില്ല, രണ്ടാണ്. ഇത്രയും പ്രോഗ്രസ് ആണ് വന്നിരിക്കുന്നത്. താങ്ക് യു സർ. ദാറ്റ് ഇസ് ഗ്രേറ്റ് മോളെ. താങ്ക് യു സർ. അതാണ് നമുക്ക് അഭിമാനം ഉണ്ടാക്കുന്ന, നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന, ഒരു ഇന്നർ ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന കാര്യം അതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ പാടുന്നു എന്ന് വരുമ്പോൾ. ഞാൻ ആഹാ മൊമെന്റ്സ് പറഞ്ഞില്ലേ, അതിൽ എനിക്ക് ആദ്യത്തെ ആഹാ മൊമെന്റ് എന്ന് പറയുന്നത് പെയ്യാത്തൊരു ഏകാന്ത തീരെന്ന് പാടിയില്ലേ, അത് നമ്പർ 1. നമ്പർ 2 കടൽപ്പെറ്റ പൂന്തിര പൂ വിതറുമ്പോഴും, അത് പാടില്ലേ, സബാഷ് മൊമെന്റ് ആയിരുന്നു. താങ്ക് യു സർ. അടുത്തത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ് 2 ഉണ്ട്. നിത്യ നൊമ്പരം മാത്രം ഒരു ശ്യാമ പുഷ്പം മാത്രം. അവിടെ ഒരു സംഗതി വരുന്നുണ്ട് അല്ലേ, അത് വളരെയധികം സെൻസിറ്റീവായിട്ട് അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. താങ്ക് യു സർ. എന്ന് പറഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ? അതുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു എൻജോയ് യുവർ സെൽഫ് വൈൽ യൂസിങ്. അതാണ് നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു അനുഭവമാണ്. നമ്മൾ തന്നെയാണ് നമ്മുടെ ആദ്യത്തെ കേൾവിക്കാരൻ അല്ലെങ്കിൽ കേൾവിക്കാരി അല്ലേ. അപ്പോൾ ശരിക്കും പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ കാണുന്നത്. അതായത് നമ്മളെ തന്നെ പാടി തൃപ്തിപ്പെടുത്തുക. അപ്പോൾ അത് നന്നായിട്ട് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. യു ഹാവ് ഡൺ യുവർ ഹോം വർക്ക് പ്രോപ്പർലി. അതിന് ഒരു നല്ലൊരു ഗൈഡ് കൊടുക്കണം. താങ്ക് യു സർ. 2 സജഷൻസ് മാത്രം പറയാം. ഒന്ന്, ഗ്രീഷ്മ വസന്തങ്ങൾ എന്നുള്ളത് ഫസ്റ്റ് ടൈം പാടിയപ്പോഴത്തേക്കും അത് മൈറ്റ് ബി കുറച്ചും കൂടെ ശ്രുതി കറക്റ്റ് ആയെങ്കിൽ, അല്ലാന്നല്ല, കുറച്ചും കൂടെ ചേർന്നിരുന്നെങ്കിൽ വീണ്ടും ഒരു ആഹാ മൊമെന്റ് കിട്ടും. ബട്ട് എന്നാലും അസലായിട്ട് പാടിയിട്ടുണ്ട്, അതിനനുസരിച്ചുള്ള മാർക്ക് കിട്ടുകയും ചെയ്യും. അതിനെപ്പറ്റി ഒരു സംശയമില്ല കേട്ടോ, അല്ലേ മധു? തീർച്ചയായിട്ടും. ഞാനും ഏറ്റവും ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ആ ഇമ്പ്രൂവ്മെന്റ് തന്നെയാണ്. വളരെ വളരെ വലിയൊരു മാറ്റമാണ് ജനീലിക്കുട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത്. മൈക്കിന്റെ പൊസിഷൻ ആയാലും ഇപ്പോൾ വളരെ കറക്റ്റായി, വോയിസ് കുറച്ചും കൂടി ക്ലാരിറ്റിയോട് കൂടി കേൾക്കാൻ തുടങ്ങി. പിന്നെ അറിഞ്ഞോ അറിയാതെയോ ഞാൻ നേരത്തെ ഞങ്ങൾ പറഞ്ഞില്ലേ, ചില ഭാഗങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട്, അത് എന്താ പറയുക, അത് ഹാർട്ട് ടച്ചിങ് ആയിട്ട് നമുക്ക് അത് ഫീൽ ചെയ്യുന്ന പോലെ പാടുന്നുണ്ട് വളരെ നല്ല രീതിയിൽ. അങ്ങനെ വന്ന ഭാഗങ്ങളാണ് പെയ്യാത്തൊരേകാന്ത തീരം, അനുപല്ലവിയിലെയും ചരണത്തിലെയും നിത്യനൊമ്പരം മാത്രം, ശ്യാമപുഷ്പം മാത്രം. അതൊക്കെ വളരെ മനോഹരമായിരുന്നു. സൂപ്പറായിട്ട് പാടി കേട്ടോ. ബാക്കി എല്ലാം സൂപ്പറായിരുന്നു, വളരെ മനോഹരമായിരുന്നു കേൾക്കാനായിട്ട് കേട്ടോ. അസലായിട്ട് പാടി. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് മാർക്ക് എന്നുള്ളത് നമുക്ക് ഉണ്ണിച്ചേട്ടൻ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിച്ച് കഴിഞ്ഞിട്ട് അറിയാം. ഓക്കെ. ഹായ് ജനലേ കുട്ടി. എനിക്ക് തോന്നുന്നു ഞാൻ എത്രയോ പാട്ടുകൾ കേട്ട് കഴിഞ്ഞു ഇവിടെ വന്നിട്ട് മോളുടെ, ദിസ് വാസ് യുവർ ബെസ്റ്റ്. ശരിക്കും ഈ പാട്ടായിട്ട് മാറി. നല്ല ഇൻവോൾവ്മെന്റ്, പിന്നെ റേഞ്ചൊക്കെ പോകുന്നത് നല്ല സുഖം ഉണ്ടായിരുന്നു കേൾക്കാൻ. വളരെ മനോഹരമായി പാടി. ഇതിനൊരു സ്റ്റേറ്റ് അവാർഡൊക്കെ കൊടുക്കാൻ വേണമെങ്കിൽ അല്ലേ കൂട്ടൻ? എന്താ അവാർഡ് കിട്ടണമെന്ന് നോക്കാം. ചെറിയ ചെറിയ ഫ്ലോസ് നമുക്ക് മറക്കാം, പക്ഷെ ഈ പാട്ട് ഒരു ഔട്ട്സ്റ്റാൻഡിങ് റെൻഡീഷനാണ് മോളുടെ. യെസ്. ഓക്കെ, ഗുഡ് ലക്ക് ടു യു. ഓൾ ദി ബെസ്റ്റ് വിഷസ്. ഷെയ്ൻ ചേട്ടാ ഇഷ്ടപ്പെട്ടോ? വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ സോങ് ഞാൻ അത്ര ഫെമിലിയർ അല്ലായിരുന്നു, പക്ഷെ ജനീലി പാടുന്ന കേൾക്കുമ്പോൾ എന്താ പറയുക, ഈ പാട്ട് പിന്നെയും ഒന്ന് പോയി കേൾക്കണമെന്ന് തോന്നി. അത് ആക്ച്വലി ആ പാട്ടിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിച്ചു. ഓൾ ദി ബെസ്റ്റ് ജനീലി, നന്നായിട്ട് പാടി, വളരെ നന്നായിട്ട്. ആ ഗ്രീഷ്മ പാടിയില്ലേ, ഇതൊരു വലിയ പ്രശ്നമാണോ? ആണോ 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 പറ. ഇതൊരു കോമ്പറ്റീഷൻ സ്ഥിതിക്ക് ഇതൊരു കോമ്പറ്റീഷൻ അല്ലേ? അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും ചേർക്കണ്ടേ? അങ്ങനെ ചേർക്കുമ്പോഴത്തേക്കും ഗ്രീഷ്മ ഇവിടെ ഞാൻ വട്ട ഇട്ടു. ഞാനവിടെ വട്ട ഇട്ട് പറന്നു. മൈനസ് കൂടി കണ്ടല്ലോ, -1. -1. അപ്പൊ -1 എന്ന് പറയുമ്പോ 99 അല്ലേ? അത് നമുക്ക് ഉറപ്പിച്ചാലോ? എഴുന്നേറ്റൊക്കെ നിന്നല്ലേ ചോദിക്കണേ. ഞങ്ങൾ അങ്ങനെ എഴുന്നേറ്റൊക്കെ നിന്നിരിക്കും, കാരണം മൊത്തത്തിൽ കേൾക്കാൻ നല്ലതായിരുന്നു. അപേക്ഷിക്കൂ. ഈസ്റ്ററിനൊരു സ്പെഷ്യൽ ബ്ലെസ്സിങ് കിട്ടിയിട്ടുണ്ടോ അല്ലേ? ഷെയ്ൻ ചേട്ടന്റെ അടുത്ത് വേണം ദൃഢമായിട്ടൊന്ന് പറഞ്ഞു നോക്കാൻ പറ, ചിലപ്പോ നടന്നാലോ. ഷെയ്ന്റെ അഭിപ്രായം എന്താ? ഷെയ്ൻ എത്ര കൊടുക്കാല്ലേ? ഷെയ്ൻ പറഞ്ഞ ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 100 on 100 for you plus 1 star today. ഒരട്ടങ്ങനെ ഒരു മധുരമഴ. ഷെയ്ൻ ചേട്ടാ ഒന്ന് സ്റ്റേജിലേക്ക് വരോ? ജനീലിയ കുട്ടിക്ക് വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ.
ഷെയിൻ ചേട്ടൻ കൊടുക്കുന്നു. ജനീലെ കുട്ടി ബൈ ബൈ. ടാറ്റാ ബൈ ബൈ. എം ജെ അങ്കിൾ, അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഇന്ന് ഫുൾ നമ്മുടെ കൂടെ ഷെയിൻ ചേട്ടൻ ഉണ്ടായിരുന്നു. ദൃഢം മൂവിയുടെ വിശേഷങ്ങളൊക്കെ നമ്മളുടെ അടുത്ത് പറഞ്ഞു. ഇനി കാണാൻ വെയിറ്റിംഗ് ആണ് അല്ലേ? ഹാപ്പി അല്ലേ? വളരെ ഹാപ്പിയാണ്. ഷെയിൻ ചേട്ടൻ ഹാപ്പി അല്ലേ? ഞാൻ വളരെ ഹാപ്പിയാണ്. ടോപ്പ് സിംഗറിൽ അതിന് മുന്നേ വന്നിട്ടുണ്ട്. അതെ, ഇത്തവണ ദൃഢമായിട്ട് ദൃഢം സിനിമയുടെ പ്രമോഷൻ അതെ ദൃഢമായിട്ട് ദൃഢമായിട്ട് വരാൻ പറ്റിയത് സന്തോഷം. പിന്നെ നല്ല നല്ല കുറെ പാട്ടുകൾ കേട്ടു. നോ വേർഡ്സ്, ഭയങ്കര സന്തോഷം. നമുക്ക് എന്താണ് ദൃഢത്തിൽ നിന്നുള്ള ഒരു ടേക്ക് അവേ ഈ കാണുന്നവർ? സത്യമേവ ജയതേ. സത്യം. നമ്മളെല്ലാവരും ഒന്നിച്ചു പോയി ദൃഢം കാണാൻ പോവാണ്. നമ്മുടെ പ്രേക്ഷകരും കാണും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നമ്മൾ വീണ്ടും കാണും വരേക്കും ടാറ്റ കൊടുത്തു. ടാറ്റ ബൈ, സീ യു.